സർ, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം പേരും കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നൊരു റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട്. ഇത് എത്രത്തോളം ശരിയായ റിപ്പോർട്ടാണ് എന്നത് നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ കൂടി കേരളത്തിലെ യുവാക്കൾ ഇത്തരം വിഷയങ്ങളിൽ വളരെയേറെ പ്രതിഷേധവും അമർഷവും ഉള്ളവരാണ് എന്ന് വേണം നമ്മൾ കരുതാൻ. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, കേരള PSCയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ, പ്രശ്നങ്ങളിലൊക്കെ കേരളത്തിന്റെ യുവജനത എടുക്കുന്ന തീരുമാനം എന്താണ്? വളരെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോ നീതു ചോദിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നടക്കുന്ന നീറ്റ് ക്രമക്കേടിനെതിരെ ഉള്ള സമരം, അതൊരു മലയാളി സമരം എന്നുള്ള നിലയിൽ തന്നെ വളരെയേറെ ആൾക്കാർ ഇതിൽ പങ്കെടുക്കുകയാണ്. അതായത് കേരളത്തിൽ നിന്ന് ധാരാളം സിനിമ നടന്മാരും നടിമാരും എല്ലാം ഡൽഹിയിലേക്ക് ഒഴുകുന്നു. സെലിബ്രിറ്റികൾ പോകുന്നു. മുഖ്യമന്ത്രി, മന്ത്രിമാർ, MLA മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ബുദ്ധിജീവികൾ, പത്രപ്രവർത്തകർ, ബ്ലോഗർമാർ എന്ന് വേണ്ട കേരളത്തിന്റെ ഒരു വലിയ പരിച്ഛേദം തന്നെ ഡൽഹിയിലെത്തി ആ സമരത്തിന് അതിശക്തമായ പിന്തുണ കൊടുക്കുന്ന കാഴ്ച നമ്മൾ കാണുമ്പോൾ പൗരബോധത്തിന്റെയും സമരവീര്യത്തിന്റെയും കാര്യത്തിൽ മലയാളിയെ കവച്ചു വയ്ക്കാൻ ആരുമില്ല. ഈ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തോട്, യുവജനങ്ങളോട്, രാജ്യത്തിന്റെ ഭാവിയോട് എല്ലാം ഉള്ള മലയാളിയുടെ കൂറും പ്രതിബദ്ധതയും പ്രതിജ്ഞാബദ്ധതയും അർപ്പണ മനോഭാവവും അതിനേക്കാൾ ഉപരി ആവേശോജ്വലകമായിട്ടുള്ള സമരവീര്യ പോരാട്ടവുമെല്ലാം ഓർക്കുമ്പോൾ തന്നെ നമുക്ക് അഭിമാനം തോന്നും. എന്നാൽ അതേസമയം തന്നെ നമുക്കൊരു വലിയ പ്രശ്നം ആയിട്ട് തോന്നുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് ഒരു നീറ്റ് പരീക്ഷയുടെ പ്രശ്നമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഇതിനേക്കാൾ വലിയ 10 പരീക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എണ്ണി എണ്ണി പറയാവുന്ന തെളിവുകൾ സഹിതം പത്രമാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അന്നൊന്നും ഇപ്പറഞ്ഞ ഒരു പ്രതികരണം ഒരു മലയാളിയുടെ ഭാഗത്ത് നിന്നും കണ്ടില്ല. അന്ന് സിനിമാക്കാരില്ലായിരുന്നു. ബുദ്ധിജീവികൾ, പത്രപ്രവർത്തകർ, സാംസ്കാരിക നായകന്മാർ, എഴുത്തുകാർ, മുൻ IAS-കാർ, ഇവരെ ആരെയും കണ്ടില്ല. ഇപ്പോൾ വേടൻ മുതൽ ഉള്ള ആൾക്കാർ രംഗത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. വേടൻ മുതൽ IAS-കാർ വരെയുള്ളവര് മുൻനിരയിൽ നിന്നുകൊണ്ട് ഈ സമരം നയിക്കുമ്പോൾ കേരള PSCയിൽ ഇതിലും വലിയ തട്ടിപ്പും വെട്ടിപ്പും അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ നടക്കുന്ന സമയത്ത് കമാന്നൊരു അക്ഷരം മിണ്ടാൻ, ഒന്ന് പ്രതികരിക്കാൻ ആരും ഇല്ലാതെ പോയത് എന്തുകൊണ്ട് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. നമുക്കതിലെ ചില സംഭവങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ വളരെയേറെ കൗതുകകരവും സ്തോഭജനകവുമാണ്. 2009 മുതൽ 2011 വരെ പ്രോക്സി ഇംപേഴ്സണേഷൻ സ്കാം എന്ന് പറയുന്ന ഒരു വലിയ തട്ടിപ്പ് കേരളത്തിൽ നടക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ PSC പരീക്ഷയ്ക്കൊക്കെ പകരം ആളെ വെച്ച് എഴുതി ജയിച്ച് ജോലി മേടിക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് PSC പരീക്ഷയ്ക്ക് എഴുതാനുള്ള കഴിവോ വിദ്യാഭ്യാസമോ പഠനമോ ഇല്ലാത്ത ഒരാള് കഴിവും വിദ്യാഭ്യാസവും ഉള്ള ഒരാളെ വാടകയ്ക്കെടുത്ത് അയാളെ കൊണ്ട് PSC എഴുതിച്ച് പരീക്ഷ ജയിച്ചു കഴിയുമ്പോൾ ജോലി ഇയാൾക്ക് കിട്ടും, കാശ് മറ്റേ ആൾക്ക് കൊടുത്താൽ മതി. അങ്ങനെ 13 പേരെ അന്ന് പിടികൂടി ഡിവാർ ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് 2011. 2016 വിജിലൻസ് അന്വേഷിച്ച് ഈ കുറ്റവാളികളെ കണ്ടെത്തി. ഇത് ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ്. മാർച്ച് 2012 ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പരീക്ഷ നടക്കുന്ന സമയത്ത് നിരവധി ചോദ്യങ്ങൾ ഒരു സ്വകാര്യ കോച്ചിങ് സ്ഥാപനത്തിന്റെ ഗൈഡിൽ നിന്ന് എടുത്തതായിട്ട് തെളിവുണ്ടായി. പിന്നീട് പരീക്ഷ റദ്ദാക്കി. ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന വാർത്തയാണ്. 2019 ജൂലൈയില് സിവിൽ പോലീസ് ഓഫീസർ ചോദ്യപേപ്പറിൽ ലീക്ക് ചെയ്ത് SFI നേതാക്കന്മാർക്ക് 1ാം റാങ്കും 2ാം റാങ്കും കിട്ടി. അവസാനം കേസ് പിടിക്കപ്പെട്ടു. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. മറ്റൊരു സംഭവം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നൊക്കെ പറയുന്ന പോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ട്. അതിന്റെ പ്രിലിമിനറിയിൽ 5 ചോദ്യങ്ങൾ ഒരു ഗൈഡിൽ നിന്ന് ഒരു പ്രത്യേക ട്യൂഷൻ സെന്ററിൽ നിന്ന് കിട്ടിയതായിട്ട് തെളിഞ്ഞു. ഓൺലൈൻ മനോരമയിൽ വന്ന ന്യൂസാണ്. 2019 ജനുവരിയിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ പരീക്ഷയിലെ 100 ചോദ്യങ്ങളിൽ 80 ചോദ്യങ്ങളും ഒരു ഗൈഡിൽ നിന്ന് മാത്രം എടുത്തു എന്ന് കണ്ടെത്തി. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന മറ്റൊരു വാർത്തയാണ് ഞാൻ ഈ പറയുന്നത്. 2023 ജൂലൈയിൽ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിലേക്ക് നടന്ന പരീക്ഷ 2025 അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ പെർസ്പെക്റ്റീവ് പ്ലാനിങ്, പ്ലാനിംഗ് കോർഡിനേഷൻ, ഈ 3 തസ്തികകളിലെ ഉന്നതാധികാരികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നടത്തിയ പരീക്ഷയിൽ ഇതിനേക്കാൾ വലിയൊരു തട്ടിപ്പാണ് നടത്തിയത്. 58 മാർക്കിനുള്ള 10 ചോദ്യങ്ങൾ എഴുതാതെ വിട്ടു. എന്നിട്ട് പിന്നീട് അത് കണ്ടുപിടിക്കപ്പെട്ടു. ഈ പരീക്ഷ എഴുതാത്തയാളിന് ജയിച്ച് ജോലിയും കിട്ടി. അവസാനം PSC റാങ്ക് ലിസ്റ്റ് തന്നെ റദ്ദാക്കി
പിന്നെ അത് കേസിലേക്ക് പോയി. 2024 ഒക്ടോബറിൽ ഈ ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ പരീക്ഷ എറണാകുളത്തും വയനാട്ടിലും ചോദ്യപേപ്പർ വെബ്സൈറ്റിൽ കൂടി കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടായി. കേരള കൗമുദിയിലെ വാർത്തയാണ് ഇത്. 2024 ഒക്ടോബറിൽ LDC പരീക്ഷയിലെ 7 ചോദ്യങ്ങൾ, അതായത് ഈ PSCയിലെ LD ക്ലർക്കിന്റെ പരീക്ഷയിലെ 7 ചോദ്യങ്ങൾ അതേപടി ഫിഷ് വെബ് ഓഫീസ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ആവർത്തിച്ചു വന്നു. മാതൃഭൂമിയിലെ ഒരു വാർത്തയായിരുന്നു. 2024-25 ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർക്ക് വേണ്ടി നടത്തിയ പരീക്ഷയിൽ ഒരു പ്രത്യേക സ്ഥാപനത്തിൽ നിന്ന് പരീക്ഷ എഴുതിയ 38 പേർക്ക് ജോലി കിട്ടി. ആ സ്ഥാപനത്തിലെ അധ്യാപകരായിരുന്നു ചോദ്യം ഇട്ടത്, പരീക്ഷ നടത്തിയത്. ഇതും പിടിക്കപ്പെട്ടു. അപ്പോ ഇന്റർവ്യൂ ബോർഡ് വരെ ചോദ്യം ഇട്ടത്, ഇന്റർവ്യൂ നടത്തിയത് എല്ലാം ഒരേ ആൾക്കാർ. 38 പേർക്ക് ജോലി കിട്ടി. 2026 ജൂലൈയിൽ ഈ LGS പരീക്ഷയുടെ 10th പ്രിലിമിനറി പരീക്ഷ ക്രമക്കേടിനെ തുടർന്ന് റദ്ദാക്കി. 1.5 ലക്ഷം പേർക്കാണ് പരീക്ഷ എഴുതാൻ കഴിയാതെ പോയത്. ഞാനിപ്പോ എടുത്തു പറഞ്ഞ ഈ 10 കാര്യങ്ങൾ കേരളത്തിൽ നടന്നതാണ്. കേരളത്തിലെ പത്രങ്ങളുടെ പേര് സഹിതം ഞാൻ പറഞ്ഞു, വാർത്ത റിപ്പോർട്ട് ചെയ്ത പത്രങ്ങളുടെ പേര് സഹിതം ഞാൻ പറഞ്ഞു. പക്ഷെ കേരളത്തില് ഇത്രയും വലിയ 1.5 ലക്ഷം പേരെയൊക്കെ ബാധിച്ച വലിയ വലിയ കാര്യങ്ങൾ മുതൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന്റെ അതുപോലെയൊക്കെയുള്ള മേഖലയിൽ നടന്നത്, പോലീസ് ഓഫീസർമാരെ തെരഞ്ഞെടുത്തതിൽ, ടീച്ചർമാരെ തെരഞ്ഞെടുത്തതിലും ഒക്കെ നടന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ കേരളത്തിൽ ഒരു ചലനം പോലും ഇല്ല, ഒരു സമരം പോലും ഇല്ല, ഒരു പ്രതിഷേധം പോലും ഇല്ല. വിദ്യാർത്ഥികളില്ല, യുവാക്കളില്ല, ബുദ്ധിജീവികളില്ല, സാംസ്കാരിക നായകന്മാരില്ല, പത്രപ്രവർത്തകരില്ല, എഴുത്തുകാരും സാഹിത്യകാരന്മാരും ആരും അറിഞ്ഞില്ല. അപ്പോ ഡൽഹിയിലാണെങ്കിൽ അറിയും, കേരളത്തിലാണെങ്കിൽ അറിയില്ല. ഇത് മലയാളിയുടെ ഏത് സ്വഭാവമാണെന്നും എന്തൊരു മാനസികാവസ്ഥയാണെന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ സമരങ്ങളൊക്കെ ആരെങ്കിലും സ്പോൺസർ ചെയ്ത് വണ്ടിക്കൂലിയും മുടക്കി, ഭക്ഷണവും മേടിച്ചു കൊടുത്ത്, യാത്രയും തരപ്പെടുത്തി, അതിന്റെ കൂടെ ടൂറോ മറ്റു സംവിധാനങ്ങളോ ഒക്കെ ഏർപ്പെടുത്തി വലിയ ഒരു ആഘോഷമായിട്ട് ഡൽഹിക്ക് പോകുന്ന തരത്തിലേക്ക് മാറുകയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA MP മാരൊക്കെ അതിന് നേതൃത്വം കൊടുക്കുകയും അതിന് പുറകെ ഒരു കേരളം മുഴുവൻ ഒഴുകിയെത്തുകയും ചെയ്യുമ്പോൾ കേരളത്തിനുള്ളിൽ ഇതിന്റെ 10 ഇരട്ടി കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുമ്പോൾ അത് പ്രതികരിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് അപമാനകരമാണോ അഭിമാനകരമാണോ എന്ന് മലയാളി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സൂചിപ്പിച്ചതുപോലെ സാർ, ഇവിടെ തുടക്കത്തിൽ സാർ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏറ്റവും കൂടുതൽ പിന്തുണ പ്രഖ്യാപിക്കുന്നവരിൽ ചിലർ സിനിമാ താരങ്ങളാണെന്ന് സാർ പറയുകയുണ്ടായി. അതുപോലെ കേരളത്തിൽ നടക്കുന്ന പല വിഷയങ്ങളിലും ഇത്തരത്തിൽ സിനിമാ താരങ്ങൾ ഇടപെടാറില്ല. അതിൽ പലപ്പോഴും പല പ്രമുഖ താരങ്ങളും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് വ്യക്തമായ ഒരു രാഷ്ട്രീയമല്ല, അല്ലെങ്കിൽ തങ്ങൾ ആരും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താക്കളല്ല എന്നുള്ളതാണ്. പക്ഷെ കേന്ദ്ര സർക്കാരിനെതിരെ നടക്കുന്ന വിമർശനങ്ങളിൽ കൃത്യമായി അവർക്ക് ഉത്തരമുണ്ട് എന്നതും ഖേദകരമാണ്. എന്തുകൊണ്ടായിരിക്കാം ഈ രീതിയിൽ കേരളത്തിലെ മാത്രം സിനിമാ താരങ്ങൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്? അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അടിമുടി രാഷ്ട്രീയവൽക്കരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രത്തിലെ പൂജാരിമാര് പരാതി പറയാൻ വേണ്ടി പാണക്കാട് തങ്ങളെ കാണാൻ പോയി. കാര്യം വേറെയൊന്നുമല്ല, ക്ഷേത്രവും പാണക്കാട് നമ്മളുമായിട്ടൊരു ബന്ധം ഉണ്ടായിട്ടല്ല, രാഷ്ട്രീയമാണ്. മുസ്ലിം ലീഗാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്ന് കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് കാര്യം നടക്കണേ കോൺഗ്രസിനെ കണ്ടാൽ പോരാ, ലീഗിനെ കാണണമെന്ന് അറിയാവുന്നതുകൊണ്ട് പാണക്കാട്ട് പോയി എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ അടിമുടി രാഷ്ട്രീയം. അപ്പോൾ എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയത്തിന് വിധേയമായി മാത്രം ചെയ്യുമ്പോൾ ഭയമാണ് എല്ലാവർക്കും. പ്രതികരിക്കാൻ ഭയമാണ്. പ്രതികരിച്ചാൽ ജോലി പോകുമോ, സ്ഥലമാറ്റം ഉണ്ടാകുമോ, മറ്റെന്തെങ്കിലും ശിക്ഷണ നടപടി നേരിടേണ്ടി വരുമോ, ഒറ്റപ്പെടുമോ, ജോലി കിട്ടാതെ പോകുമോ, ഇങ്ങനെയൊക്കെയുള്ള ഭയമാണ്. ഈ ഭയമില്ലാതെ എന്തെങ്കിലും ഒരു സമരം ചെയ്യണമെങ്കിൽ BJP ഭരിക്കുന്നിടത്ത് എന്നാലേ ഭയമില്ലാതെ സമരം ചെയ്യാനും ഭയമില്ലാതെ പ്രതികരിക്കാനും പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് ഓടിക്കയറാനും എന്ത് തോന്നിയാസം വേണമെങ്കിലും ചെയ്യാനും കഴിയുന്ന ഒരു മേഖല അത് ഡൽഹിയിലാണ്. കേരളത്തിൽ അത് നടപ്പില്ല. അപ്പൊ അതുകൊണ്ട് ഭയപ്പെടുന്ന ഒരു ജനതയായി കേരളത്തിനകത്ത് ജീവിക്കുകയും കേരളത്തിന് പുറത്തിറങ്ങി ഡൽഹിയിലൊക്കെ ചെല്ലുമ്പോൾ നിർഭയം തലയുയർത്തി നിന്ന് പ്രതികരിക്കുകയും ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് മലയാളിയെ പരുവപ്പെടുത്തിയെടുത്തിരിക്കുകയാണ് കേരളത്തിന്റെ രാഷ്ട്രീയം എന്നതാണ് വസ്തുത. കേരളത്തിൽ നിന്നും ഇത്രയധികം യുവജനങ്ങൾ ഡൽഹിയിലെ ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുന്നു. പക്ഷെ അക്കമിട്ട് എണ്ണി നിരത്തി ജയസൂര്യൻ സാറ് പറഞ്ഞ കേരളത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ
ആ കാര്യത്തിലൊക്കെ എന്താണ് കേരളത്തിന്റെ യുവജനതയുടെ നിലപാട് എന്ന് ചോദിക്കുമ്പോൾ കൈമലർത്തി കാണിക്കാനേ സാധിക്കുകയുള്ളൂ. കാരണം ഇത്തരം വിഷയങ്ങളിൽ കേരള PSC ഉൾപ്പെടെയുള്ള ഇത്തരം വിഷയങ്ങളിൽ വ്യക്തമായ ഒരു ധാരണയോ ഉറച്ച ശബ്ദമോ നിലവിൽ കേരളത്തിലെ യുവജനങ്ങൾക്കില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിനെതിരെ ലഭിക്കുന്ന ഓരോ അവസരവും കൃത്യമായി വിനിയോഗിക്കാൻ കേരളത്തിനകത്തുള്ള ചില സിനിമാ താരങ്ങളും ചില യുവജനങ്ങളും യുവജന പ്രക്ഷോഭങ്ങൾ നടത്തുന്ന സംഘടനകളും ഒക്കെ തയ്യാറാണ് എന്നതാണ് വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.